അമേരിക്കയുടെ തീരുവ നടപടിക്ക് പിന്നാലെ ചൈനയുമായി കൈകോർക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷാങ്ഹായി സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും കൂടിക്കാഴ്ച നടത്തും. 7 കൊല്ലത്തിന് ശേഷമാണ് ചൈനയിൽ ഇരുവരുടെയും ചർച്ച. അജിത് ഡോവലും വിക്രം മിശ്രയും ഒക്കെ മോദിക്കൊപ്പമുണ്ട്. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും ഫെമിന ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് ഈ ഘട്ടത്തിൽ. ഫെമിന, ഈ വ്യാളിയും ആനയും കൈകോർക്കും, ഒരുമിച്ച് എത്തും എന്നൊക്കെ നേരത്തെ ഷീ ജിൻപിങ്ങിൻ്റെ ട്വീറ്റൊക്കെ ഉണ്ടായിരുന്നു. ട്വീറ്റ് മീൻസ് ഷീ ജിൻപിങ്ങിൻ്റെ സന്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിൽ വലിയ പ്രതീക്ഷയോടെ ഇത് കാണുമ്പോൾ യഥാർത്ഥത്തിൽ മോദിയുടെ ഫ്രണ്ടായ ട്രംപുമായുള്ള ഒരു തകർച്ച ആണ് യഥാർത്ഥത്തിൽ ഇന്ത്യയെ ഇതിലേക്ക് അടുപ്പിക്കാൻ നിർബന്ധിതമാക്കിയത്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ? എപ്പോഴാണ് ഈ കൂടിക്കാഴ്ച ഉണ്ടാവുക? കൂടിക്കാഴ്ചയ്ക്ക് അനുവദിച്ചിരിക്കുന്നത് ഷാങ്ഹായ് ഉച്ചകോടിയുടെ ഭാഗമായിട്ടാണ് മോദി ചൈനയിൽ എത്തിയിരിക്കുന്നത്. 7 വർഷത്തിന് ശേഷമാണ് മോദി ചൈനയിൽ എത്തുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് അമേരിക്ക ഇന്ത്യക്കെതിരെ പ്രതികാര ഇറക്കുമതി ചുങ്കം ചുമത്തിയ സാഹചര്യത്തിൽ ഇവർ തമ്മിലുള്ള ഉച്ചകോടിക്ക് പ്രസക്തിയേറുകയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അമേരിക്കക്കെതിരെ പുടിൻ്റെയും മോദിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സഖ്യം ലോകത്ത് ഉണ്ടാകുന്നു എന്നൊരു പ്രതീക്ഷ ഈ ഉച്ചകോടി നൽകുന്നുണ്ട്. അതുമാത്രമല്ല, മോദി ഷീ ജിൻപിങ് കൂടിക്കാഴ്ച പല കാര്യങ്ങളിലും, പ്രത്യേകിച്ച് 2020 ശേഷം ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി പ്രശ്നം രൂക്ഷമായൊരു സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കൂടിക്കാഴ്ച അത്തരം വിഷയങ്ങൾ ചർച്ചയ്ക്കെടുക്കുമെന്നാണ് കരുതുന്നത്. വ്യാപാര സാമ്പത്തിക വിഷയങ്ങളിൽ പ്രത്യേക ചർച്ചകൾ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൈലാസ് മാനസ സരോവർ യാത്ര, അതുപോലെ തന്നെ ചൈനീസ് ടൂറിസ്റ്റുകൾക്കുള്ള ഇന്ത്യൻ വിസ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടക്കും. പുതിയ സാമ്പത്തിക വ്യാപാര കരാറുകളിൽ ചർച്ചകൾ നടക്കും എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അടുത്തുള്ള അയൽവാസി തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഘട്ടത്തിൽ സഹായവുമായി, അല്ലെങ്കിൽ ഇന്ത്യക്ക് അമേരിക്കയുടെ ഈ തീരുവ നയങ്ങൾക്കൊക്കെ എതിരായി പ്രതിരോധിക്കാനായി സാധ്യത ഉണ്ടാകുന്നത്. അതാണ് ചൈനയുമായുള്ള കൂടിക്കാഴ്ചയെ വലിയ പ്രതീക്ഷയോടുകൂടിയുണ്ട്. മാത്രമല്ല, ഈ പ്രദേശത്ത് മറ്റ് രീതിയിൽ കൂടി വലിയ ഐക്യത്തോടു കൂടിയുള്ള പ്രവർത്തനത്തിനും ഒക്കെ സാധ്യത തെളിയുന്നതിൻ്റെ തുടക്കം കൂടിയാണ് ഈ ഉച്ചകോടി. ഫെമിനയാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.